നമസ്കാരം. ഇന്ന് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിർച്ചോഫ് ലോ, അതുപോലെ തന്നെ DC നെറ്റ്വർക്ക്സ് എങ്ങനെയാണ് വരുന്നത്, എങ്ങനെ സോൾവ് ചെയ്യാം, സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്, അതിൻ്റെ സൊല്യൂഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രീവിയസ് PSC എക്സാംസ് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇതിൽ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് കിർച്ചോഫ്സ് ലോ, അതുപോലെ തന്നെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻസ് ഓഫ് റെസിസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ അതിൻ്റെ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ക്വസ്റ്റ്യൻസൊക്കെ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇതിൽ സിലബസിൽ കൊടുത്തിട്ടുണ്ട്, കിർച്ചോഫ്സ് ലോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്താണ് കിർച്ചോഫ് ലോ എന്ന് പറയുന്നത്? നിങ്ങൾ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും, എല്ലാ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരും ബേസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. കിർച്ചോഫ് ലോ എന്ന് പറയുന്നത്, കിർച്ചോഫ് ഗേവ് 2 ലോസ് ടു സോൾവ് കോംപ്ലക്സ് നെറ്റ്വർക്ക്. അപ്പോൾ കോംപ്ലക്സ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്, അതിനെ നമ്മൾ രണ്ടായിട്ടാണ് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുക, AC നെറ്റ്വർക്കും DC നെറ്റ്വർക്കും. DC നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അതിനകത്ത് ഒരു ലോഡ് ഉണ്ടാവും, ഈ ഒരു സോഴ്സ് ഉണ്ടാവും, ഈ ലോഡിനെയും സോഴ്സിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു എന്തുണ്ടാവും, ഇലക്ട്രിക്കൽ കണക്ഷൻ അല്ലെങ്കിൽ വയർ ഉണ്ടാവും. ഇപ്പോൾ ലോഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ DCയിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുക. AC നെറ്റ്വർക്ക് അത് ഇമ്പിഡൻസ് ആയിട്ട് മാറും. അത് ഇമ്പിഡൻസ് മീൻസ് എന്താണ്, റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻഡക്റ്റൻസ് ഉണ്ടാവും, കപ്പാസിറ്റൻസ് ഉണ്ടാവും. അതിൻ്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ AC നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ പഠിക്കും. ഇവിടെ DC എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പിളാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു ലോഡ്, ഒരു സോഴ്സും അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർ കണക്റ്റിംഗ് വയേഴ്സും ചേർന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നമുക്കൊരു നെറ്റ്വർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് എന്താണ്, സോഴ്സിൽ നിന്നും കറണ്ട് ഈ രീതിയിൽ ഫ്ലോ ചെയ്ത് പോസിറ്റീവ് ടു നെഗറ്റീവ് കറണ്ട് ഫ്ലോ ചെയ്യും. ഇത്രയും ആയി കഴിഞ്ഞാൽ തന്നെ ഒരു DC നെറ്റ്വർക്കായി. ഇതിൻ്റെ ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് പല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലായിട്ട് കണക്ട് ചെയ്യാം, സീരീസ് പാരലൽ കോമ്പിനേഷൻ വരാം. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇതാണ് ഇവിടെ DC നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കിർച്ചോഫ് ലോ മാത്രമാണ് നമ്മുടെ സിലബസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കിർച്ചോഫ് ലോസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ DC നെറ്റ്വർക്ക്സ് ഒക്കെ നമ്മൾ സോൾവ് ചെയ്യുക, ഇതാണ് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ലോസ് ആണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. കിർച്ചോഫ് കറണ്ട് ലോ, കിർച്ചോഫ് വോൾട്ടേജ് ലോ. അപ്പോൾ കറണ്ട് ലോയും വോൾട്ടേജ് ലോ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും, അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടാവും. ഡോണ്ട് വറി, നമ്മളതൊന്ന് ബ്രഷപ്പ് ചെയ്ത് പോകാം. അപ്പോൾ എന്താണ് കിർച്ചോഫ് കറണ്ട് ലോ നമുക്ക് നോക്കാം. അതിനെ നമ്മൾ KCL എന്നാണ് ജനറലായിട്ട് പറയുക. കിർച്ചോഫ് കറണ്ട് ലോ എന്താണ്? കിർച്ചോഫ് കറണ്ട് ലോയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ദി ആൾജിബ്രൈക് സം ഓഫ് ദി കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് 0. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഒരു ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ജംഗ്ഷനിലേക്ക് വരുന്ന എല്ലാ കറണ്ടും, അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പോൾ വരുന്ന കറണ്ട് പോകുന്ന കറണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സം എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഒരു സിമ്പിളായിട്ട് ഒരു ഡയറക്ഷൻ വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട്. I1 എന്ന് പറയുന്ന കറണ്ട് 0 എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു. ദെൻ I2 എന്ന് പറയുന്ന കറണ്ടും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദെൻ ഔട്ട് ഗോയിങ് കറണ്ടായിട്ട് ഇവിടെ I3യും മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആസ് പെർ ദിസ് ലോ I1 പ്ലസ് I2, അപ്പോൾ പ്ലസ് സൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻകമിങ് കറണ്ടിന് നമ്മൾ പ്ലസ് സൈൻ കൊടുക്കാം. I1 പ്ലസ് I2, ഔട്ട് ഗോയിങ് കറണ്ടിന് മൈനസ് കൊടുക്കാം. സോ -I3 ഈക്വൽ ടു 0. ആസ് പെർ അവർ ഡെഫിനിഷൻ ഓൾ ദി കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ വിൽ ബി 0. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതൊന്ന് നമ്മൾ വീണ്ടും ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. I1 പ്ലസ് I2 ഈക്വൽ ടു I3. അപ്പം ദാറ്റ് മീൻസ് ഇൻകമിങ് കറണ്ട്, സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഔട്ട് ഗോയിങ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് ആണ്. ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എന്താണ് കറണ്ട് ലോ KCL പറയുന്നത്, ദി ആൾജിബ്രൈക് സം ഓഫ് ദി കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഈസ് 0. ദാറ്റ് മീൻസ് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്. ദെൻ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ KCLൻ്റെ എന്താണ് അതിനെ പറ്റിയാണ് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. കാരണം ഇവിടെ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഡ്യൂ ടു ദി മൂവ്മെൻറ്റ് ഓഫ് ചാർജ്, ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, ദ ലോ ഈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്.
ഇപ്പോൾ ലോ ഓഫ് കൺസർവ് ഇത് ഒരുപാട് തവണ PSCക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കേസ് അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. KCL ആണോ KVL ആണോ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഈ ചാർജ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, ചാർജ് ഇസ് റിലേറ്റഡ് ടു KCL. ചാർജ് ഇസ് നത്തിങ് ബട്ട് ഇലക്ട്രോൺസ്, ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ദെൻ കിർച്ചോഫ് കറണ്ട് ലോ ഈസ് റൈറ്റ്ലി കോൾഡ് ദ ജംഗ്ഷൻ റൂൾ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ജംഗ്ഷൻ റൂൾ. അപ്പോൾ ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് KCL പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ KCL എന്ന് പറയുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഈ 2 പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് KVL എന്താണെന്ന് നോക്കാം. അപ്പോൾ KVL എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എനി ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് ഓർ എ മെഷ് the algebraic sum of all electromotive forces and voltage drops in resistors is equal to 0. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു DC നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സോഴ്സ് ഉണ്ടാവും, ലോഡ് ഉണ്ടാവും. മിനിമം ഒരു സോഴ്സും ഒരു ലോഡും ഉണ്ടാവും. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് വയർ ഉണ്ടാവും, അത് ക്ലോസ്ഡ് ആയിരിക്കും. ദെൻ in any closed electric circuit or mesh the algebraic sum of all the electromotive forces EMF എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ സോഴ്സ് ആയിരിക്കും. സോഴ്സും അതോടൊപ്പം തന്നെ എന്താണ്? the voltage drops in the resistors is equal to 0. റെസിസ്റ്ററിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പും എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 0 ആണ്. അതായത് സോഴ്സ് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താവുന്നു? അവിടെ ഡ്രോപ്പായിട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ VS എന്ന് പറയുന്നൊരു സോഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ R1 R2 എന്ന് പറയുന്ന 2 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? VS പ്ലസ് ഇവിടെ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് ആസ് പെർ ഓംസ് ലോ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? I ഇൻറ്റു R1. ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? I ഇൻറ്റു R2. അതിനെ നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്നാണ് പറയുക. റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അവിടെ ഡ്രോപ്പ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദി റെസിസ്റ്റീവ് എഫക്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദി സോഴ്സ് വോൾട്ടേജ് പ്ലസ് IR1 പ്ലസ് IR2 ഈക്വൽ ടു 0. അല്ലെങ്കിൽ VS നമുക്ക് റൈറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ VS ഈക്വൽ ടു മൈനസ് IR1 മൈനസ് IR2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. എന്താണ്? the algebraic sum of the electromotive force and voltage drop in resistors is equal to 0 in a closed circuit. ഓക്കെ, ഇവിടെ വീണ്ടും അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആൾജിബ്രൈക് സം ഓഫ് EMF പ്ലസ് വോൾട്ടേജ് ഡ്രോപ്സ് ഈക്വൽ ടു 0. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ KCL പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ദിസ് കിർച്ചോഫ് വോൾട്ടേജ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പം KCL എന്ന് പറയുന്നത് ഇസ് ബേസ്ഡ് ഓൺ ദി ചാർജ് ആണ്, KVL എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി എനർജിയാണ്. അപ്പോൾ അത് 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. KVL ഈസ് ബേസ്ഡ് ഓൺ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതുപോലെ തന്നെ എന്താണ്? ഇതിനെ നമ്മൾ മെഷ് റൂൾ എന്ന് പറയും, അതുപോലെ തന്നെ ലൂപ്പ് റൂൾ എന്നും നമ്മൾ പറയും. KVLനെ മെഷ് റൂൾ എന്നും ലൂപ്പ് റൂൾ എന്നും ഒക്കെ നമ്മൾ ജനറലായിട്ട് നമ്മൾ പറയും. ഇനി നമ്മൾ നെറ്റ്വർക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെറിയ സിമ്പിൾ നെറ്റ്വർക്ക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക, അതിനെ റെഡ്യൂസ് ചെയ്യുക, സോൾവ് ചെയ്യുക, ഓരോ പോയിന്റിലെയും കറണ്ട് വോൾട്ടേജ് എത്രയാണ്, ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് എന്താണ്, നെറ്റ് റെസിസ്റ്റൻസ് എന്താണ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. ഉറപ്പായിട്ടും ഈ പാർട്ടിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കും. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്. ഇപ്പോൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ DC നെറ്റ്വർക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു റെസിസ്റ്റൻസിന് പകരം ഇവിടെ 3 റെസിസ്റ്റൻസ് എന്താണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് വരിക? ദി നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് ആർ സെഡ് ടു ബി കണക്റ്റഡ് ഇൻ സീരീസ് if the same current flows through each resistor and there only one path for the current. ഓക്കെ, അപ്പോൾ ഒരേ കറണ്ട് തന്നെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സീരീസ് സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ചില സർക്യൂട്ടുകൾ കോംപ്ലക്സ് നെറ്റ്വർക്ക് തരാം, അതായത് സീരീസ് കോമ്പിനേഷൻ ഉണ്ടാവും, പാരലൽ കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഏത് റൂളാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്, സീരീസ് റൂളാണോ പാരലൽ റൂളാണോ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തറിഞ്ഞിരിക്കണം? അതൊരു സീരീസ് സർക്യൂട്ടാണോ പാരലൽ സർക്യൂട്ടാണോ എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കറണ്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് അവിടെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു സീരീസ് സർക്യൂട്ടാണ്. ഇനി ഒരു കറണ്ട് ഫ്ലോ ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് തരികയാണ്.
ഓക്കെ. അപ്പോൾ ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു കോമൺ കറണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പാർട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഒരു പാർട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ നമുക്കിത് ക്ലിയർ ആയിട്ട് ഈ സർക്യൂട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്താണ്? ഇവിടെ കറണ്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതൊരു പാരലൽ സർക്യൂട്ടാണ്. കാരണം ഇത് കോംപ്ലക്സ് നെറ്റ്വർക്ക് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ വരാം, സീരീസ് ആണോ പാരലൽ ആണോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് വന്നിട്ടുണ്ട്, അവിടുന്ന് കറണ്ട് ഐ ഇങ്ങനെ വന്നിട്ട് ഇവിടെ R1 R2 R3 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെയിം കറണ്ടാണ് ഓരോ റെസിസ്റ്ററിൽ കൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് വിൽ ബി എ സീരീസ് സർക്യൂട്ട്. ദെൻ ഇവിടെ വോൾട്ടേജ് നോക്കൂ, ഇവിടെ ഇ എന്ന് പറയുന്ന സോഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഓരോ റെസിസ്റ്ററിനും ഇക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. കാരണം ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്, ഓരോന്നിൻ്റെ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇസ് ദ സം ഓഫ് V1 V2 ആൻഡ് V3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് I ഇൻറ്റു R1 ആണ്. കാരണം I ഈസ് കോമൺ. അപ്പോൾ I ഇൻറ്റു R1 ഈക്വൽ ടു V1 എന്ന് എടുക്കാം. ദിസ് വിൽ ബി I ഇൻറ്റു R2 ഈക്വൽ ടു V2 എന്ന് എടുക്കാം. ദിസ് വിൽ ബി I ഇൻറ്റു R3 ഈക്വൽ ടു V3 എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് E ഈസ് ഈക്വൽ ടു ആസ് പെർ അവർ മെഷ് ലോ E ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് പറയാം. അതർവൈസ് വി ക്യാൻ സേ IR1 പ്ലസ് IR2 പ്ലസ് IR3 എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ റെഡ്യൂസ് ചെയ്ത് ഇവിടെ RT എന്ന് എടുത്തു. അപ്പോൾ RT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഇവിടെ സീരീസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിനെ ആഡ് ചെയ്യാം. RT ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്തെടുക്കാം. അപ്പോൾ സീരീസ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ആഡിറ്റീവ് ആയിരിക്കും. ദെൻ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? ആഡിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വളരെ ഹൈ ആയിരിക്കും. ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ നെറ്റ് വാല്യൂ കൂടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സീരീസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും. Okay, when resistors are connected in series, total resistance will be increased. That is RT is equal to R1 plus R2 plus R3 എന്ന് എഴുതാം. അതുപോലെ തന്നെ പവറിൻ്റെ റിലേഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കാരണം ഇത് വെച്ചിട്ട് പല സ്ഥലങ്ങളിലും പവർ ഇവിടെ തരും. അപ്പോൾ പവർ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം ആസ് പെർ ഓംസ് ലോ V is equal to I ഇൻറ്റു R എന്ന് പറയാം. അതോടൊപ്പം തന്നെ എന്താണ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? P is equal to V ഇൻറ്റു I എന്നും നമുക്ക് പറയാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള DC ഇക്വേഷൻസ് ആണ്. V is equal to I ഇൻറ്റു R, P is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അപ്പം ഇതിൽ നിന്നും നമുക്ക് എന്ത് എഴുതാം? what is this one? what is I is equal to V by R. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം V ഇൻറ്റു V by R. സോ പവർ is equal to V square by R. അപ്പോൾ P is equal to V square by R. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഇക്വേഷനാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ P is equal to V square by R. അപ്പം എല്ലാ കേസിലും കറണ്ട് തന്നെ തരണമെന്നില്ല. വോൾട്ടേജും റെസിസ്റ്റൻസും തന്നിട്ട് പവർ കണ്ടുപിടിക്കാം. ഇനി ഇതല്ലാണ്ട് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കേണ്ട സിറ്റുവേഷൻസ് വരാം. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് വെൻ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ആൻഡ് RT is equal to R1 plus R2 plus R3. That is, it is the total sum of the individual resistances. Then next is resistance in parallel. എന്താണ് definition? A number of resistors are said to be connected in parallel if voltage across each resistor is the same and there are as many paths for current as the number of resistors. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവിടെ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും, കറണ്ട് ഡിവൈഡ് ചെയ്ത് പോവും. അപ്പോൾ നമ്മൾ എത്രത്തോളം റെസിസ്റ്റൻസ് പാരലായിട്ട് കൊടുക്കുന്നുണ്ടോ അത്രയും കറണ്ട് പാത്ത് ഉണ്ടാവും. അതാണ് ഇവിടെ ഡെഫിനിഷൻ വെച്ചിട്ട് പറയുന്നത്. ആസ് മെനി പാസ് ഫോർ കറണ്ട് ആസ് ദി നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ കറണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ പാരലൽ സർക്യൂട്ട്. കറണ്ട് സെയിം ആണ്, കറണ്ട് എവിടെയും ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല. ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് തന്നെ തിരിച്ചിറങ്ങി അവിടെ തന്നെ വരുന്നുവെങ്കിൽ അതെന്താണ്? അതൊരു സീരീസ്
സർക്യൂട്ടാണ്. കറണ്ട് എവിടെയും ഡിവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? സീരീസ് സർക്യൂട്ട് എന്ന് പറയാം. കറണ്ട് എവിടെയെങ്കിലും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പാരലൽ സർക്യൂട്ട് എന്ന് പറയാം. ഇനി ചില സർക്യൂട്ടുകൾ എന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും, പാരലലും സീരീസും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ വോൾട്ടേജ് ഇവിടെ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ വോൾട്ടേജ് വെച്ചിട്ട് ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു, വോൾട്ടേജ് സോഴ്സ് ഇവിടെ കൊടുക്കുന്നു. ദെൻ ഈ കറണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? കറണ്ട് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. I1, I2, I3. R1, R2, R3 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ഈ രീതിയിൽ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പാരലാണെന്ന്. ചില സിറ്റുവേഷനിൽ നമ്മൾ കോംപ്ലക്സ് നെറ്റ്വർക്ക് വരുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. R1, R2, R3 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ദെൻ ഫൈനലി കറണ്ട് ഇവിടുന്ന് സം ചെയ്ത് തിരിച്ചിറങ്ങി സോഴ്സിലേക്ക് വരുന്നു. അപ്പോൾ ദിസ് വിൽ ബി എ പാരലൽ സർക്യൂട്ട് ആൻഡ് ദിസ് ഈസ് ദ ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ കോമ്പിനേഷൻ എടുത്തിട്ട് ഇവിടെ RT നമുക്ക് എഴുതാം. സോ RT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് ഈ പാരലൽ കോമ്പിനേഷൻ വരുന്ന സമയത്ത് ഇതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ആഡ് ചെയ്ത് വരികയാണ്. പാരലൽ ആവുകയാണെങ്കിൽ എന്താണ്? ടോട്ടൽ വാല്യൂ കുറഞ്ഞു വരും. എഗെയിൻ നമ്മൾ ഇതിനകത്തേക്ക് വീണ്ടും റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ R1, R2, R3യുടെ എഫക്റ്റിനേക്കാളും കുറവായിരിക്കും. ഇപ്പോൾ പാരലൽ ആവുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എഫക്റ്റാണ് വരിക. അതായത് റെസിസ്റ്റൻസിൽ നെഗറ്റീവ്, അതായത് റെഡ്യൂസ് ചെയ്താണ് വരിക. അതേസമയം സീരീസ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ആഡിറ്റീവ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ RT എന്ന് പറഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് RT എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? RT എന്ന് പറയുന്നത് ദറ്റ് ഈസ്, നമുക്ക് ഇതിനെ ഇൻവേഴ്സ് ആയിട്ടാണ് എടുക്കുക. 1/RT എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നുണ്ട് 1/RT ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ നമ്മൾ മൂന്നും കൂടെ ഒന്നിച്ചെടുത്ത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. 3, 4, 5 റെസിസ്റ്റൻസ് ഒക്കെ വരികയാണെങ്കിൽ ഏതെങ്കിലും 2 എണ്ണം മാത്രം എടുത്തിട്ട് കോമ്പിനേഷൻ എടുക്കുക, സോൾവ് ചെയ്യുക, അടുത്ത 2 എണ്ണം എടുക്കുക, സോൾവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ബൈ ഹാൻഡ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണ് 1/RT ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് when resistors are connected in parallel total circuit resistance decreases. അപ്പം അവിടെ പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ഈച്ച് ഓഫ് റെസിസ്റ്റൻസ് R. അപ്പം അങ്ങനെ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുകയാണ് പാരലായിട്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് RT എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ n ആയിരിക്കും. അപ്പോൾ എല്ലാത്തിനും ഈക്വൽ വാല്യൂ ആണ്. R എന്ന് പറയുന്ന ഒരു ഈക്വൽ വാല്യൂ ആണ്. അങ്ങനെ എത്ര നമ്പർ ഉണ്ട്? n ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് RT എന്ന് പറയുന്നത് R ഡിവൈഡഡ് ബൈ n ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് പാരലൽ ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് വരിക. ടോട്ടൽ കോമ്പിനേഷൻ എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് വരിക. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. 1, 3 ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഓമിലാണ് പറയുക. 1 ohm, 3 ohm, 5 ohm, 7 ohm. ഇത്രയും റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ പാരലൽ കോമ്പിനേഷൻ RT എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി ലെസ് ദാൻ 1 ohm ആയിരിക്കും. അതായത് ഇവിടെ 1 ohm ആണ് ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ തന്നിരിക്കുന്ന കോമ്പിനേഷനിൽ 1 ohm ആണ് ഏറ്റവും മിനിമം വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആസ് പെർ ദിസ് ലോ എന്താണ്? മിനിമം വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാല്യൂവിനേക്കാൾ ചെറുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മിനിമം വാല്യൂ എത്രയാണോ അതിനേക്കാളും ചെറുതായിരിക്കും നമുക്ക് ടോട്ടൽ കോമ്പിനേഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ട 2 പോയിന്റ് എന്ന് പറയുന്നത് സീരീസ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്ന അനുസരിച്ച് ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ആവും. പാരലൽ സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്യുന്നതനുസരിച്ച് ടോട്ടൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. 1/RT ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അതുപോലെ തന്നെ RT ഈസ് ഈക്വൽ ടു R/N എന്നുള്ള ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ ജനറലായിട്ട് എപ്പോഴും നമ്മൾ മാനേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ് 2 റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ഇനി മൾട്ടി റെസിസ്റ്റൻസ് ഇൻ പാരലൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഏതെങ്കിലും 2 റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷൻ എടുക്കുന്നു, അത് സോൾവ് ചെയ്യുന്നു. ദെൻ അടുത്ത 2 എണ്ണം എടുക്കുന്നു, സോൾവ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാം? 2 റെസിസ്റ്റൻസ് പാരലായിട്ടോ സീരീസ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം? ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം സീരീസ് ആണെങ്കിൽ സിമ്പിളായിട്ട് എടുത്ത് ആഡ് ചെയ്താൽ മതി. പാരലാണെങ്കിൽ എന്താ ചെയ്യുക?
അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ആസ് പെർ അവർ ഡെഫിനിഷൻ 1/RT ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ അല്ലേ. ഇവിടെ ഇ എന്ന് പറയുന്ന സോഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐ എന്ന് പറയുന്ന ഒരു കോമൺ കറണ്ട് ഇതുവഴി വരുന്നു. ഇവിടെ വന്നിട്ട് സ്പ്ലിറ്റ് ആവുന്നു. I1 പാസിംഗ് ത്രൂ R1, I2 പാസിംഗ് ത്രൂ R2. ഓക്കെ, ദെൻ ടോട്ടൽ റെസിസ്റ്റൻസ് 1/RT എന്ന് പറഞ്ഞാൽ എന്താണ്? 1/RT ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. അപ്പോൾ ഇതിൻ്റെ ഒന്ന് സോൾവ് ചെയ്ത് തരുമ്പോൾ നമുക്ക് നമുക്ക് വേണ്ടത് RT ആണ്, 1/RT അല്ല. RT ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ ടോട്ടൽ നെറ്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു product of resistance divided by sum of the resistance. Product divided by sum. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്ത് വെക്കുക. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചില്ലെങ്കിലും RT ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിങ്ങൾ കുറേയധികം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ബാക്കിയുള്ള സ്റ്റുഡൻസിനൊക്കെ ഇത് അത്ര ഫെമിലിയർ ആവണമെന്നില്ല. നിങ്ങൾ ബേസിക്സ് പഠിച്ച് വിട്ട കാര്യങ്ങളായിരിക്കും. പക്ഷേ നമുക്കിത് ഒരുപാട് എടുത്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം മസ്റ്റായിട്ടും ചോദിക്കും. സോ RT ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇനി ഈ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ടോട്ടൽ ജനറേറ്റഡ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആസ് പെർ ഓംസ് ലോ. സോ ഇവിടെ കറണ്ട് എന്ന് പറയുന്ന I നമ്മൾ ജനറൽ ആയിട്ട് എടുത്തു. സോ I ഇൻറ്റു RT ഇവിടെ നമ്മൾ എഴുതി R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, ഇനി ഇവിടെ I1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു നെറ്റ്വർക്ക് മാത്രം നമ്മൾ എടുക്കുന്നു. സോ I1 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇവിടെ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം ആണ്. പാരലൽ സർക്യൂട്ടിൽ എപ്പോഴും വോൾട്ടേജ് സെയിം ആണ്. നമ്മുടെ ഹൗസ് ഹോൾഡ് കണക്ഷൻസ് എല്ലാം തന്നെ പാരലാണ്. കാരണം നമ്മൾ ഒരു വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജ് തന്നെ ആയിരിക്കും ഏത് സർക്യൂട്ടിലും അപ്പിയർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഈ രണ്ട് പാരലൽ സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് E തന്നെയാണ്. സോ I1 ഈസ് ഈക്വൽ ടു വി ക്യാൻ റൈറ്റ് E ഡിവൈഡഡ് ബൈ R1 അല്ലേ. അപ്പം E ഡിവൈഡ് ബൈ R1 നമ്മൾ എടുത്തു. ദെൻ ഇതിലേക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. R1 ക്യാൻസലായി പോകുന്നു. ദെൻ ബാക്കി എന്ത് കിട്ടുന്നു? I ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പം I1 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? ടോട്ടൽ കറണ്ട് I ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പം നമുക്ക് ഡെറിവേഷൻ ഒന്നും തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് കാണാനൊന്നും പഠിക്കേണ്ട. ഞാനൊരു ലോജിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ പാരലൽ കോമ്പിനേഷൻ വരുന്ന സമയത്ത് ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമായിട്ട് വരും. എങ്കിൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഓർത്ത് വെക്കേണ്ട ഒരു റൂളാണ് കറണ്ട് ഡിവിഷൻ റൂൾ. അപ്പോൾ ഈ കറണ്ട് ഡിവിഷൻ റൂൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം അവിടെ ഒരു സോഴ്സ് വോൾട്ടേജ് ഉണ്ടാവും ഒരു സർക്യൂട്ടിൽ. അത് ടോട്ടൽ കറണ്ട് നമുക്ക് തന്നിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്തത് എന്താണ്? നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് I1 I2 കണ്ടുപിടിക്കാൻ. അപ്പോൾ I1 I2 കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ കറണ്ട് ഡിവിഷൻ റൂൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വോൾട്ടേജ് നമുക്കറിയാം, അത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ കറണ്ടും കണ്ടുപിടിച്ചു. I അറിയാം. R1ൻ്റെ R2ൻ്റെ വാല്യൂ മസ്റ്റായിട്ടും ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. ഓക്കെ, ദെൻ I1 കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? I1 കിട്ടാനായിട്ട് ആദ്യം ടോട്ടൽ കറണ്ട് എടുക്കുക ടോട്ടൽ കറണ്ട് ഇൻറ്റു നമ്മൾ ഈ ഒരു ഡെറിവേഷൻ വെച്ച് നമുക്ക് എന്ത് മനസ്സിലായി? ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് എടുക്കുക. അപ്പോൾ I1 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? R2 ആണ്. R2 ഡിവൈഡഡ് ബൈ സം ഓഫ് ദീസ് ടു റെസിസ്റ്റൻസസ് R1 പ്ലസ് R2. ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ദെൻ ഈ കറണ്ട് ഡിവിഷൻ റൂൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് മാത്രം ഓർത്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് I2ൻ്റെ ഇക്വേഷൻ പറയൂ. I2ൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ടോട്ടൽ കറണ്ട് ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് എന്തായിരിക്കും? R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ I1 I2 സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ അതാണ് കറണ്ട് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കറണ്ട്സ് ഇൻ എനി ബ്രാഞ്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു അതർ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ സം ഓഫ് ടു റെസിസ്റ്റൻസസ്.
ഓർത്ത് വയ്ക്കുക. അപ്പം അതർ ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദി 2 റെസിസ്റ്റൻസസ്. അപ്പം ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ നെറ്റ്വർക്ക്സ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക്സ് ഒന്നും ചോദിക്കില്ല. കാരണം നമുക്ക് മാക്സിമം ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. അപ്പോൾ 1 മിനിറ്റ് നമുക്ക് കംപ്ലീറ്റ് കിട്ടില്ല. പ്രോബ്ലംസ് നമ്മൾ 1 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ തിയറി ക്വസ്റ്റ്യൻസിന് വളരെ 30 സെക്കൻഡ്സോ 15 സെക്കൻഡ്സോ കൊണ്ടൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും 1 മിനിറ്റിന് മേലെ വർക്കൗട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും PSCക്ക് ചോദിക്കില്ല. അങ്ങനെ റെയർ കേസിൽ ചോദിച്ചാൽ തന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം അത് അറ്റൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ലോജിക്കലി നമ്മൾ ഒരു ലോജിക്കൽ ഡിസിഷൻ എടുത്തിട്ട് കൂടുതൽ അറിയാവുന്ന പ്രോബ്ലം ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. കറണ്ട് ഡിവിഷൻ റൂള് ഇതാണ്. ഓക്കെ, ഇനി നമ്മളൊരു സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യാം. ഇവിടെ 2 റെസിസ്റ്റൻസ് ഞാൻ എടുക്കുന്നു. ഒരു വോൾട്ടേജ് കണക്ട് ചെയ്യുന്നു. സേ ദിസ് വോൾട്ടേജ് വിൽ ബി 5 വോൾട്ട് ആൻഡ് കറണ്ട് നമ്മൾ ജനറലായിട്ട് I എന്ന് മാർക്ക് ചെയ്യുന്നു. ഇതുവഴി ഫ്ലോ ചെയ്യുന്നു. ഫസ്റ്റ് ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ടിനെ I1 എന്നും I2 എന്നും മാർക്ക് ചെയ്യുന്നു. ദിസ് വിൽ ബി R1, ദിസ് വിൽ ബി R2. അപ്പോൾ R1ൻ്റെ വാല്യൂ സേ 2 ohm, ദിസ് വിൽ ബി 3 ohm. അപ്പോൾ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് നിങ്ങളോട് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I1 ആൻഡ് I2 എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പോൾ ഇവിടെ 5 വോൾട്ട് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 2 ohm എന്നും 3 ohm എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് തരില്ല. ഇങ്ങനെയുള്ള കേസുകളിൽ കറണ്ട് തരണമെന്നില്ല. അപ്പോൾ ആ കറണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താണ് കറണ്ടിൻ്റെ ഇക്വേഷൻ? എന്താണ്? I = V/R അല്ലേ? V = IR ആസ് പെർ ഓംസ് ലോ. I = V/R. അപ്പോൾ ഇനി നമുക്കിവിടെ R എന്ന് പറയുന്നത് നമുക്ക് പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് RT ആയിട്ട് എടുക്കാം. പാരലൽ കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ RT നമുക്ക് കണ്ടുപിടിക്കാം. നെറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് ഇക്വേഷൻ? എന്താണ്? RT = നേരത്തെ നമ്മൾ പഠിച്ചു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പോൾ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യൂ. R1 R2 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6/5. ഓക്കെ, അപ്പോൾ 6/5 എന്ന് നമുക്ക് കിട്ടും. ദെൻ കറണ്ട് ഈസ് ഈക്വൽ ടു I = എന്താണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് 5 ഡിവൈഡഡ് ബൈ 6/5 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 6 എന്ന് പറയുന്ന ഒരു ചെറിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. 25/6 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് I1 = എന്തായിരിക്കും? I1 = ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 25/6 ഇൻറ്റു ടോട്ടൽ ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ് 3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3. ഇങ്ങനെയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ 3 and 6 ആർ ഗെറ്റിംഗ് ക്യാൻസൽ. ദിസ് വിൽ ബി 2. 25/2 ഇൻറ്റു 1/5. This 5 and 5 getting cancelled. This will be 5. So answer will be 5/2 എന്ന് നമുക്ക് കിട്ടും I1. And what about I2? I2 is equal to total current into R1 divided by R1 plus R2. അപ്പം ഈ രീതിയിലാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുക. സിമ്പിളായിട്ട് രണ്ട് ഇക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ മതി. എന്താണ്? RT ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ദെൻ നമ്മുടെ കറണ്ട് ഡിവിഷൻ റൂളും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് രണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. അപ്പം ഇത്രയാണ് നമ്മൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 നമ്മൾ കൂടുതൽ നെറ്റ്വർക്ക്സ് നമുക്ക് സോൾവ് ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദെൻ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് പോകാം. ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെക്കോർഡ് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. റെക്കോർഡഡ് ക്ലാസ്സസിൽ ഇതുപോലെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് എല്ലാ റെക്കോർഡഡ് വീഡിയോസും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും എല്ലാം ഉണ്ടാവും. അതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇൻ PDF ഫോർമാറ്റ്. അതോടൊപ്പം തന്നെ ഈ ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട 60 മാർക്സിൻ്റെ എക്സാംസ് 1 hour എക്സാംസ് ഇനീഷ്യലായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേഷൻ കിട്ടും. എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു, എത്രത്തോളം പ്രോബ്ലംസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതുണ്ടാവും. ദെൻ ആഫ്റ്റർ ദാറ്റ് എന്താണ്
ആ ഡിസ്കഷൻസ് ഉണ്ടാവും. ടെസ്റ്റ് പേപ്പറിൻ്റെ ഡിസ്കഷൻസും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെയൊക്കെ സൊല്യൂഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.